ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മസാല കടലയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അതുപോലെ തന്നെ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ മസാലക്കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇടാം. ഈ കടല ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കായവും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ആദ്യം തന്നെ കഴുകിയത് എന്തിനാണെന്ന് വെച്ചാൽ എന്നാൽ ഈ പൊടികളെല്ലാം പെട്ടെന്ന് ഇതിൽ കോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചൊരു നനവുണ്ടായാലും പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പൊടി ചേർക്കാം. 6 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. അരിപ്പൊടി ചേർക്കുന്നത് കുറച്ചുകൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ചായിട്ട് വെള്ളം തളിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരുമിച്ച് കുറേ ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇതിൽ കോട്ടിംഗ് ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ ഈ മാവൊക്കെ നന്നായിട്ട് ഇതിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ആദ്യം നമുക്ക് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കണം. കറിവേപ്പില നന്നായി ഫ്രൈ ആയതിനു ശേഷം ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അധികം വേവൊന്നുമില്ല കടലൊക്കെ. പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കടലെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കടലയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ക്രിസ്പി മസാലക്കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയല്ലേ ഇത്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്